അന്യനാടുകളിൽ ജോലിക്ക് പോകുന്നവരും പോയിട്ടുള്ളവരും ഇനി പോകാൻ വേണ്ടി ശ്രമിക്കുന്നവരും ഇപ്പോൾ നിലവിൽ വിദേശങ്ങളിൽ കഴിയുന്നവരൊക്കെ കേൾക്കേണ്ട ഒരു ഓഡിയോ ശകലമാണ് ഞാനിവിടെ കേൾപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മറ്റൊരു രാജ്യത്ത് പോകുമ്പോൾ അവിടെ നമ്മൾ പാലിക്കേണ്ട ചില സാമാന്യ മര്യാദകളുണ്ട് അല്ലേ, അത് തീർച്ചയായും പാലിക്കണം. നിങ്ങൾ ഈ ഒരു ഓഡിയോ ഒന്ന് കേട്ടിട്ട് വരും. ഇന്നലെ ഓസ്ട്രേലിയയിലെ സിഡ്നിയിൽ ഉണ്ടായൊരു സംഭവമാണ്. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. വിദേശ രാജ്യങ്ങളിൽ ലോണും കടവും എടുത്ത് വന്നത് നമ്മൾ ജീവിക്കാൻ വേണ്ടി വന്ന് നമ്മൾ ജീവിക്കുക, അതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അതുപോലെ ഇപ്പൊ പബ്ലിക് മീഡിയ വഴി ഒത്തിരി കാര്യങ്ങളുണ്ട്, നമുക്കറിയാം. അതുപോലെ പല മതങ്ങളും പല ഇതും പറഞ്ഞ് പലരും നമ്മളെ പല രീതിയിൽ പ്രലോഭിപ്പിക്കുകയും പല രീതിയിൽ നമ്മൾക്ക് വേണ്ടി ഒത്താശകൾ പറഞ്ഞുകൊണ്ടൊക്കെ വരുന്നുണ്ട്. നമ്മൾ ഇതിനെ ഒന്നും ന്യായീകരിക്കാനും ഇതിനൊന്നും പോകാതെ അവരവരുടെ കാര്യം നോക്കി ഇന്ന് നാട്ടിൽ നിന്നറിയാൻ ലോണും ഒക്കെ എടുത്ത് ഇത്രയും കടവും എടുത്താണ് വരുന്നത്. അപ്പം ഇപ്പോൾ വരുന്ന തലമുറയായിക്കോട്ടെ അല്ലെങ്കിൽ ആരായിക്കോട്ടെ, ഏത് പ്രായമായവരായിക്കോട്ടെ ആകാത്തവരായിക്കോട്ടെ, എല്ലാ വിഭാഗത്തിലും പെട്ട ആൾക്കാർ ഇന്നാണ് മീഡിയാസ് വഴി ഒത്തിരി കാര്യങ്ങളുണ്ട്. ടിക്ടോക്ക് അതുപോലെ തന്നെ ഒത്തിരി മീഡിയാസുകളുണ്ട്, നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ സംഭവത്തിൽ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നേ ഉള്ളൂ. അതായത് ഇസ്രായേലിൽ പൗരനായ ഒരു വ്യക്തി ടിക്ടോക്കിൽ ഇങ്ങനെ സംസാരിച്ചപ്പോഴത്തേക്കും ഇങ്ങനെ ചോദിച്ചതാണെന്നാണ് പറയുന്നത് ഈ രണ്ട് നേഴ്സുമാരോട്. അതിൽ ഒരാള് ഈ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ലെബനാനിൽ നിന്ന് വന്ന ഒരു വ്യക്തിയാണെന്ന് പറയുന്നത്. അതൊരു പെൺകുട്ടിയാണെന്ന് അറിയാൻ സാധിച്ചത്. അത് ഇപ്പൊ ന്യൂഗ്രാഡ്, അതായത് ന്യൂഗ്രാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പഠിച്ചു കഴിഞ്ഞ് ഇപ്പൊ നഴ്സിംഗിലേക്ക് ആയേ ഉള്ളൂ. ഒന്ന് ആ വ്യക്തി അപ്പോൾ വലിയ പ്രായമില്ല, പെൺകുട്ടിയാണെന്ന് അറിയാൻ സാധിച്ചത്. രണ്ടാമത്തത് അഫ്ഗാനിൽ നിന്ന് വന്ന ഒരാളാണ്. അത് ഈ പറഞ്ഞ പോലെ തന്നെ ചെറുപ്പം മുതൽ അവരുടെ പേരൻസ് ഇവിടെ വന്ന് ചെറുപ്പം മുതൽ ഈ രാജ്യത്ത് തന്നെ വളർന്ന് ജീവിച്ച ഒരു വ്യക്തിയാണ്. അത് ആണെന്ന് അറിയാൻ സാധിച്ചത്. ഇതിന്റെയൊക്കെ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നേ ഉള്ളൂ. അപ്പൊ ഇവരുമായിട്ട് എന്തോ ടിക്ടോക്കിൽ ഓൺലൈനിൽ സംസാരിച്ചപ്പം നിങ്ങൾക്ക് ഇസ്രായേലികളെ ഇഷ്ടമില്ല എന്ന് വരികിൽ ഇസ്രായേലുകളായിട്ടുള്ള ഒരു പേഷ്യന്റ് ആയിട്ട് വന്നാൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ കൊന്നുകളയും എന്ന് പറയുമോ, അങ്ങനെ എന്തോ സംഭവിച്ചതെന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നേ ഉള്ളൂ ഇതിന്റെ. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ആ വാർത്തകൾ ടിക്ടോക്കിൽ നിന്ന് തന്നെ ലീക്ക് ഔട്ടായി, കേസായി. ഇപ്പോൾ ഓൾറെഡി കംപ്ലീറ്റ് പോലീസ് അന്വേഷണങ്ങളും എൻക്വയറിയും നടക്കുന്നു. ഓൾറെഡി ഇപ്പോഴത്തെ വാർത്തയിൽ കണ്ടുവരുന്നത് ഇവരെ രണ്ടുപേരെ ഓൾറെഡി ജോലിയിൽ നിന്ന് തന്നെ പിരിച്ചുവിട്ടു എന്നും പിരിച്ചുവിടാനുള്ള തീരുമാനങ്ങളാണെന്നും ഓൾറെഡി ഓസ്ട്രേലിയൻ പാർലമെന്റിൽ വരെ ഭയങ്കര ചർച്ചയായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് വാർത്തകൾ വരുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പൊ ഇതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ 2-3 ദിവസത്തേക്ക് കൊണ്ടേ അറിയാൻ പറ്റുള്ളൂ. പക്ഷെ എന്താണേലും നമ്മൾ ശ്രദ്ധിക്കണം, ജീവിക്കാൻ വേണ്ടി ഈ രാജ്യത്ത് വന്ന ഇന്നത്തെ ഈ തലമുറയെ എല്ലാവരും ടിക്ടോക്കിലാണേലും എങ്ങനെയൊക്കെയാണേലും ബാക്കി കാര്യങ്ങളിലും അനാവശ്യമായ ടോക്കുകളും സംസാരിച്ച് വെറുതെ അവരവരുടെ ജീവിതം പാഴാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. പഠിക്കാൻ പോയാൽ പഠിക്കുക, അല്ലാതെ ആ രാജ്യങ്ങളുടെ മതപരമായ കാര്യങ്ങളിലോ അല്ലെങ്കിൽ സാംസ്കാരികപരമായ കാര്യങ്ങളിലൊക്കെ തലയിട്ടുകൊണ്ട് തങ്ങളുടെ മതമാണ് വലുതെന്നോ അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ സംഭവമില്ലെന്നോ നമ്മളെക്കാൾ വലിയ സംസ്കാരമില്ലെന്നോ എന്നൊക്കെ അവരെ പറഞ്ഞ് പഠിപ്പിക്കാൻ നിന്നാൽ തീർച്ചയായിട്ടും അടിമുടി നല്ല അസല് തിരിച്ചടിയായിരിക്കും ഇപ്പോഴല്ല പിന്നീടാണെങ്കിലും സംഭവിക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള സംഗതികളാണ് നടക്കുന്നത്. ജോലിക്ക് പോയാൽ ജോലി ചെയ്യുക, പഠനാവശ്യങ്ങൾക്ക് പോകുന്നവർ, ഇപ്പോൾ പഠനാവശ്യങ്ങൾക്ക് പോകുന്നവർ പോലും അവിടെ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്, അത്തരത്തിലുള്ള വിസകൾ. അപ്പോൾ ഇതൊക്കെ എന്താ പറയുക, ഈ തരത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ പിന്നീട് അത് മറ്റു എല്ലാവർക്കും ബുദ്ധിമുട്ടാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വരും. അപ്പോൾ തീർച്ചയായിട്ടും അത് ശ്രദ്ധിക്കുക.